നമസ്കാരം. നമ്മളെല്ലാവരും ഈ ലോകം മാറണം, ഇവിടെ സമാധാനമുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ? എന്നാൽ അതെങ്ങനെ സാധിക്കും? അതിനുള്ള ഉത്തരം തേടിയാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി രചിച്ച അപ്നാ സുധാർ സൻസാർ കി സബ്സെ ബഡി സേവ എന്ന യഥാർത്ഥ ഹിന്ദി സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ഈ വിവരണം പൂർണ്ണമായും തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തെ മാറ്റാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി മികച്ചതാക്കാൻ നമ്മൾ ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റം പറയാറില്ലേ? എന്നാൽ ഇവിടെ പറയുന്നതൊന്ന് കേട്ടോളൂ. നമ്മുടെ സാഹചര്യങ്ങളുടെ സ്രഷ്ടാക്കൾ നമ്മൾ തന്നെയാണ്. ലോകത്തെ സുഖപ്പെടുത്താൻ നാം ആദ്യം നമ്മളിലെ സ്രഷ്ടാവിനെ സുഖപ്പെടുത്തണം. ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നത് വെറും ബാഹ്യമായ പ്രവൃത്തികളിലൂടെയാണെന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് ആചാര്യജി ഈ വരികളിലൂടെ തിരുത്തുന്നത്. സത്യത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് നമുക്കുള്ളിലെ ആ സൃഷ്ടാവ് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പുറമേ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും ആന്തരികമായ സേവനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പണമോ ഭക്ഷണമോ ഒക്കെ കൊടുക്കുന്നത് തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ അത് വെറും താൽക്കാലികമായ സമ്പത്തോ ശാരീരിക സുഖമോ മാത്രമാണ് നൽകുന്നത്. മറിച്ച് യഥാർത്ഥ ആന്തരിക സേവനമെന്നത് മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെ യഥാർത്ഥ വേരറുക്കാൻ, സ്വഭാവത്തെയും ആത്മാവിനെയും പരിവർത്തനം ചെയ്യുക എന്നതാണ്. ഇത് മാത്രമാണ് സമൂഹത്തിന്റെ ഏതു പ്രശ്നത്തിനും ശാശ്വതമായ ഒരു പരിഹാരം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നാം. യഥാർത്ഥ സേവനം പുറമേയുള്ള ഒന്നല്ലെങ്കിൽ നമ്മൾ ആദ്യം ആരെയാണ് സേവിക്കേണ്ടത്? ലോകത്തെ മാറ്റാനുള്ള നമ്മുടെ പുറമേയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ശരിക്കും തുടങ്ങേണ്ടത്? ഉത്തരം വളരെ ലളിതമാണ്. മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതിനു മുൻപ്, മറ്റുള്ളവരിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനു മുൻപ് നമ്മൾ ആദ്യം തിരിഞ്ഞു നോക്കേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ആചാര്യജി പറയുന്ന അതിശയകരമായ ഒരു ആശയമുണ്ട്. അദ്ദേഹം മനസ്സിനെ വെറും ഒരു ശരീരഭാഗമായിട്ടല്ല കാണുന്നത്, മറിച്ച് അതൊരു പ്രജാപതിയാണ്, അതായത് ഒരു ദേവത. മനസ്സ് ഒരു ദേവതയാണ്. അത് നമ്മുടെ ആത്യന്തിക വഴികാട്ടിയും നാം കാണുന്ന പ്രപഞ്ചത്തിന്റെ സ്വതന്ത്ര സൃഷ്ടാവുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ വ്യക്തിപരമായ ലോകത്തിന്റെ പരമോന്നതനായ, ആരാധനയർഹിക്കുന്ന സാക്ഷാൽ സൃഷ്ടാവാണ് നമ്മുടെ സ്വന്തം മനസ്സ്. ഇതിന്റെ പിന്നിലെ രഹസ്യം ഇതൊന്ന് ആഴത്തിൽ ആലോചിച്ചാൽ പിടികിട്ടും. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് നാം ചെയ്യുന്നു. നാം എന്ത് ചെയ്യുന്നുവോ അതിന്റെ ഫലം നാം അനുഭവിക്കുന്നു. മനസ്സ് നമ്മുടെ വിധിയുടെ സമ്പൂർണ്ണ ശില്പിയാണ്. നമ്മുടെ ചിന്തകളിൽ നിന്ന് തുടങ്ങുന്ന കർമ്മത്തിന്റെ വലിയൊരു ശൃംഖലയാണിത്. ചിന്ത പ്രവൃത്തിയായി മാറുന്നു, പ്രവൃത്തി അനന്തരഫലങ്ങളായി മാറുന്നു. നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നതിൽ മനസ്സിനുള്ള, ചോദ്യം ചെയ്യാനാവാത്ത, ആർക്കും തടുക്കാനാവാത്ത ശക്തിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പുരാതനകാലത്തെ ചില ഉദാഹരണങ്ങൾ വെച്ച് മനസ്സിന്റെ ഈ അത്ഭുതശക്തിയെ നമുക്കൊന്നു മനസ്സിലാക്കാം. മനസ്സ് ഒരു കൽപ്പവൃക്ഷം പോലെയാണ്. അത് നാം ആഴത്തിൽ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തെ നൽകുന്നു. അതുപോലെ അതൊരു കാമധേനുവാണ്. മനസ്സ് നാം നടക്കാൻ തിരഞ്ഞെടുക്കുന്ന പാതയെ പോഷിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ മനസ്സിൽ എന്ത് വിത്താണോ പാകുന്നത് അത് ഉടനടി ഫലം തരും. അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി. അതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം. അങ്ങനെയെങ്കിൽ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആ വലിയ രഹസ്യം എന്താണ്? ഈ മനോദേവതയെ ശരിയായ പാതയിലേക്ക് നയിച്ചുകൊണ്ട് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അത്ഭുതകരമായ വരദാനങ്ങൾ കാണാൻ കഴിയും. മനസ്സിനെ എപ്പോഴും അടക്കി നിർത്തേണ്ട ഒരു ശത്രുവിനെ പോലെയല്ല കാണേണ്ടത്. അതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കണ്ട് ബോധപൂർവം വളരെ മൃദുവായി നന്മയിലേക്ക് പരിശീലിപ്പിക്കുക. അതാണ് യഥാർത്ഥ ജീവിതവിജയം. ഇനി വളരെ മികച്ചതും ആകർഷകവുമായ ഒരു സ്വഭാവം വളർത്തിയെടുക്കാൻ നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവയാണ് യഥാർത്ഥ സ്വഭാവത്തിന്റെ 3 സ്തംഭങ്ങൾ. 1. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലുമുള്ള അടുക്കും ചിട്ടയും ഭംഗിയും പൂർണ്ണമായ ശ്രദ്ധയും. 2. മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴുള്ള വിനയവും മാധുര്യവും ഉദാരതയും. 3. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും തളരാതെയുള്ള സമചിത്തതയും ധൈര്യവും. ഈ 3 നിത്യേനയുള്ള ശീലങ്ങൾ മതി നമ്മുടെ വ്യക്തിത്വത്തെ ആകെ മാറ്റാൻ. നമ്മളിൽ പലർക്കുമുള്ള ഒരു മോശം സ്വഭാവമുണ്ട്. ഒരു കാര്യം തുടങ്ങും, പാതി വഴിയിൽ അത് ഉപേക്ഷിക്കും, അല്ലേ? പക്ഷേ കേട്ടോളൂ, ഒരു ജോലി അപൂർണമായി വിടുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വലിയൊരു പോരായ്മയാണ്. വിജയത്തിന് അടുക്കും ചിട്ടയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങളിലെ ചിട്ടകൾ തന്നെയാണ് ഉയർന്ന ആത്മീയ വിജയത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചവിട്ടുപടി. തുടങ്ങിയ കാര്യം പൂർത്തിയാക്കുക എന്നത് വളരെ വലിയൊരു ആത്മീയ പരിശീലനം തന്നെയാണ്.
ചിട്ടയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ആഹാര നിയന്ത്രണം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സ്വാധീനം അതിനുണ്ട്. ആവശ്യമുള്ളതിനേക്കാൾ അല്പം കുറവ് ഭക്ഷണം കഴിക്കാനും ആർത്തി ഉപേക്ഷിക്കാനും തീരുമാനിക്കുന്നതിലൂടെ മാത്രം മനോദേവത രോഗങ്ങളെ ഇല്ലാതാക്കുകയും തിളക്കമുള്ള ഉന്മേഷം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാവിലെ രുചിയോടുള്ള ആർത്തിയെ കീഴടക്കാൻ കഴിഞ്ഞാൽ മനോദേവതയുടെ പ്രീതി നമുക്ക് വളരെ വേഗം നേടിയെടുക്കാം എന്ന് ഇത് വളരെ ലളിതമായി പറഞ്ഞുതരുന്നു. ഇനി പഠനത്തിന്റെ കാര്യമെടുക്കാം. ഭൗതിക ശരീരത്തിന് ഭക്ഷണം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ ആത്മാവിന് അനുദിനം ആവശ്യമായ ഒന്നാണ് വായനയും പഠനവും അഥവാ സ്വാധ്യായം. ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വൃത്തിക്ക് കുളിക്കുന്നു, വിശ്രമത്തിന് ഉറങ്ങുന്നു, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കും ആത്മാവിനും കൃത്യമായ പോഷണം നൽകാൻ എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ആചാര്യജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? സമുദ്രത്തിലെ തിരമാലകളെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. വിശാലമായ ഹൃദയവും ദീർഘവീക്ഷണവുമുള്ള ഒരാൾ പ്രതിസന്ധികളെ പ്രകൃതിയുടെ കടന്നുപോകുന്ന ഒരു തിരമാലയായി കണ്ട് ശാന്തമായ പുഞ്ചിരിയോടെ അതിനെ മറികടക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മെ തകർക്കാനുള്ള ക്രൂരമായ ശിക്ഷകളല്ല, അവ വെറും വന്നുപോകുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ മാത്രമാണ്. ഒരു സന്തുലിതമായ മനസ്സിന് പുഞ്ചിരിയോടെ വളരെ എളുപ്പത്തിൽ അതിനെ നേരിടാൻ കഴിയും. എന്നാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പരിശീലിപ്പിച്ചില്ലെങ്കിലോ? അത് വളരെ അപകടകരമാണ്. നിയന്ത്രണമില്ലാത്ത ഒരു മനസ്സ് അതിശക്തനായൊരു ആന്തരിക രാക്ഷസിനേക്കാളും പ്രേതത്തേക്കാളും ഒട്ടും കുറവല്ല. അത് അതിന്റെ വിനാശകരമായ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്നു. നമ്മുടെ കഴിവുകളെ മുഴുവൻ നശിപ്പിച്ച് നമ്മെക്കൊണ്ട് തോന്നിയാസം ചെയ്യിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തിയായി ഈ മെരുക്കപ്പെടാത്ത മനസ്സ് മാറും എന്ന് സാരം. എന്നിട്ട് നമ്മളോ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അവരെ തിരുത്താനും നടക്കും. നിങ്ങളുടെ 24 മണിക്കൂർ കൂട്ടുകാരനായ നിങ്ങളുടെ സ്വന്തം മനസ്സ് ഒരു വഞ്ചകനായ സേവകനെപ്പോലെ പെരുമാറുമ്പോൾ എന്തിനാണ് നിങ്ങൾ മറ്റു തെറ്റുകാരെ തിരുത്താൻ ശ്രമിക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്വന്തം കൂട്ടുകാരൻ തന്നെ സമ്പൂർണ്ണ അരാജകത്വത്തിലായിരിക്കുമ്പോൾ ഈ സമൂഹത്തെ ശരിയാക്കാൻ നമ്മൾ പുറപ്പെടുന്നത് എത്രമാത്രം അർത്ഥശൂന്യമാണ്. ആചാര്യജി പറയുന്ന അതിശക്തമായ ഒരു രൂപകമുണ്ടിതിന്. തുരുമ്പെച്ചതും ദുർബലവും അടിസ്ഥാനപരമായി തകർന്നതുമായ ഒരു റെസ്ക്യൂ ക്രെയിനിന് പാളം തെറ്റിയ ഒരു ട്രെയിനിനെ എങ്ങനെ ഉയർത്താൻ കഴിയും? ഒരിക്കലുമില്ലാലേ. നമ്മുടെ സ്വന്തം ധാർമ്മിക സംവിധാനം തന്നെ തകരാറിലാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെയും മനുഷ്യസമൂഹത്തെയും ഉദ്ധരിക്കാൻ പോകുന്നത്? ആദ്യം സ്വയം നന്നാവുക എന്നത് തീർച്ചയായും അനിവാര്യമാണ്. കഠോപനിഷത്തിൽ നിന്നുള്ള വളരെ പുരാതനമായൊരു ജ്ഞാനം ഇതിനെ അടിവരയിട്ട് പറയുന്നുണ്ട്. സ്വഭാവം ശുദ്ധീകരിക്കാതെയും ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കാതെയും ബാഹ്യമായ അറിവിലൂടെ മാത്രം ഒരാൾക്ക് ആത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. വെറുതെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ ബൗദ്ധികമായി ലോകവിവരമുണ്ടായതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ആഴത്തിലുള്ള ഒരു ആന്തരിക ശുദ്ധീകരണം നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഈ ആത്മീയ ഉന്നമനത്തിലേക്കുള്ള ഗോവണിപ്പടികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധമതവും ജൈനമതവും ഹൈന്ദവ ദർശനങ്ങളും ഒരുപോലെ പങ്കിടുന്ന 5 അടിസ്ഥാന വ്രതങ്ങളാണിവ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, പിന്നെ അപരിഗ്രഹം. ഇതെല്ലാം സമ്പൂർണമായ ആത്മീയ വിമോചനത്തിലേക്കുള്ള അത്യന്തം പ്രായോഗികമായ പടിപടിയായുള്ള ഘട്ടങ്ങളാണ്. ഇവ പരിശീലിക്കുന്നത് വഴി നമ്മൾ ആത്മീയമായി ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. ഇതിൽ ഭക്ഷണവും നമ്മുടെ ചിന്തകളും തമ്മിലുള്ള ബന്ധം വളരെ രസകരമാണ്. ഇച്ഛാശക്തി കൊണ്ട് മാത്രം കാമത്തെ കീഴടക്കാൻ കഴിയില്ല. ആഹാരക്രമം ക്രമരഹിതമാണെങ്കിൽ മനസ്സിന്റെ ആന്തരിക ആഗ്രഹങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാനാവില്ല. ഇത് നമ്മുടെ ഭാരതീയ ദർശനങ്ങളുടെ വളരെ ആഴത്തിലുള്ളൊരു സൈക്കോളജിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ മറ്റു ശാരീരിക ശീലങ്ങളും നമ്മുടെ മാനസിക ശുദ്ധിയുമായി അത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. സ്വയം നന്നാകുന്നതെങ്ങനെ ലോകത്തിന് ഗുണകരമാകും എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? വളരെ ലളിതമായ ഈ ഉദാഹരണം നോക്കൂ. ഒരു പാത്രത്തിന്റെ അടിഭാഗം തീയിൽ ചൂടാകുമ്പോൾ ആ ചൂട് അടിയിൽ മാത്രം നിൽക്കുന്നില്ല, അത് അനിവാര്യമായും അതിനകത്തുള്ള എല്ലാത്തിനെയും വേവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ തീവ്രമായി ശുദ്ധീകരിക്കുമ്പോൾ ആ നന്മ നമ്മളിൽ മാത്രം ഒതുങ്ങില്ല, അത് സ്വാഭാവികമായും ലോകമെമ്പാടും പ്രസരിക്കുകയും ലോകത്തിന് സമാധാനം നൽകുകയും ചെയ്യും. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ വരികൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സമ്പൂർണ്ണ സത്യത്തിന്റെ മുഖം ഒരു സ്വർണ്ണ മൂടിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അല്ലയോ അന്വേഷക, യാഥാർത്ഥ്യം കാണുന്നതിന് നിങ്ങൾ അത് സജീവമായി നീക്കം ചെയ്യണം. പുറംലോകം കാണിച്ചുതരുന്ന ആകർഷകമായ മിഥ്യാധാരണകളെ ബോധപൂർവം നീക്കം ചെയ്ത് ഉള്ളിലിരിക്കുന്ന സമ്പൂർണവും
ഇളക്കാനാവാത്തതുമായ ആ സത്യത്തെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഒടുവിലായി ഈ ഒരു വലിയ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മേൽ നൃത്തം ചെയ്യുന്ന ഒരു രാക്ഷസനാണോ, അതോ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പരമോന്നത ദേവതയാണോ? ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. നമ്മുടെ സ്വന്തം പുരോഗതിയും ആന്തരികമായ ശുദ്ധീകരണവും തന്നെയാണ് സത്യത്തിൽ ഈ ലോകത്തിന് നമുക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന വലിയ തിരിച്ചറിവോടെ ഇന്നത്തെ ഈ വിവരണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.